ആ പിന്നെ ഡേറ്റ് വന്നിട്ട് ഇന്ന് 31 ജൂലൈ മാസം ലാസ്റ്റ് ഡേ. ഓക്കെ, 2026 ജൂലൈ മാസം ലാസ്റ്റ് ഡേ ആണെന്ന് ആണ് തീരുക. അപ്പോൾ ഇന്നലെ സ്പൈഡർമാൻ ന്യൂ ന്യൂ ഡേ ഹോം ന്യൂ ഹോം ബ്രാൻഡ് ന്യൂ ഡേ ബ്രാൻഡ് ന്യൂ ഡേ ഇന്നലെ ഇറങ്ങി. മിക്സ്ഡ് റിവ്യൂ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. മണി ഇപ്പോൾ 8:15 മോർണിംഗ് 8:15. 9:15 ഷോ ഞാൻ പോവുകയാണ്. പോയിട്ട് വന്നിട്ട് ഞാൻ പറയില്ല എന്തായാലും. ഞാൻ മറന്നു. എന്തെങ്കിലുമേക്ക് ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മറന്നു, സ്വാഭാവികമായിട്ട് മറന്നു. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ജസ്റ്റ് അപ്ഡേഷൻ. കുറേ നാളെയല്ലേ സംസാരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇതിന് വേണ്ടി ഒരു കണ്ടിന്യൂഷന് വേണ്ടിയാണ് സംസാരിക്കാൻ നിൽക്കുന്നത്. മെയിൻലി പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാമാർട്ടാണ് ഓടുന്നത്. ഇപ്പോൾ എനിക്കങ്ങനെ വർക്കൊന്നും ഇല്ല. ലൈക്ക് ഒരു ഓഫീസിലും ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇൻസ്റ്റാമാർട്ടിനെ ഇപ്പോൾ ജസ്റ്റ് തൽക്കാലത്തേക്ക് ഞാൻ അന്ന് വരയിന്നിറങ്ങി ചൂസ് ചെയ്ത് ആണല്ലോ ഇൻസ്റ്റാമാർട്ട് ഫുൾ ടൈം ഓടാന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ ചെയ്തെന്ന് തോന്നുന്നു അതിനെപ്പറ്റി. പക്ഷേ അല്ല, ഒന്നുകൂടെ പറയാം എന്തായാലും പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാമാർട്ട് ഫോർ മീ, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു പ്രായത്തിൽ ഡെലിവറി ജോബ് ഫുൾ ടൈം ആക്കി നോക്കുന്ന നല്ലൊരു കാര്യമല്ല. ഓക്കെ, പക്ഷെ ഫ്രീഡം ഉണ്ട്. നമുക്ക് ആരുടെ അണ്ടറിൽ വർക്ക് ചെയ്യേണ്ട, നമുക്ക് എന്നോണം ലീവ് എടുക്കാം. അങ്ങനത്തെ ഒരു ബെനിഫിഷ്യറി ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും അത് പക്ഷേ ഒരു പ്ലസ് പോയിൻ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് വീട്ടിലെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വരാം. നമുക്ക് ഒരുപാടല്ല, ഈ ഒരു ഫ്രീഡം എന്നുള്ള ഫാക്ടർ ഭയങ്കര ബെനിഫിഷ്യറിയാണ്. ശരിയാണ്, നമുക്ക് അറിയാൻ പറ്റും എന്തായിരിക്കും ഫ്രീഡം എന്നുള്ളത്. അതായത് ഫൈനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് ടൈം എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു ഫീൽഡിൽ നിന്നാൽ മനസ്സിലാവും. ഈ ഒരു പ്രായത്തിൽ അതൊരു മെയിൻ പോയിൻ്റാണ് കേട്ടോ. അത് പറയാൻ കാര്യം, ഈ ഒരു പ്രായത്തിൽ എനിക്ക് വലിയ പ്രാരാബ്ദങ്ങളൊന്നുമില്ല. എനിക്ക് കുടുംബം, കുട്ടികളോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ വീട്ടിൽ ഒരു എമൗണ്ട് കൊടുക്കണം. എനിക്ക് എൻ്റെ ആവശ്യത്തിന് എന്തെങ്കിലും വേണമെങ്കിൽ എന്തായാലും സമ്പാദിക്കാൻ എന്തെങ്കിലും സേവിങ്സ് ആയിട്ട് വേണം. പക്ഷേ നമ്മളത് ചില ദിവസം നമ്മൾ കാര്യമാക്കാറില്ല. ചില ടഫ് ഡേയ്സ് അല്ലെങ്കിൽ റഫ് ഡേയ്സ് ഉണ്ടെങ്കിൽ നമ്മൾ കാര്യമാക്കാതെ വീട്ടിലേക്ക് കൊടുക്കാനുള്ള മാത്രം ഞാൻ പേഴ്സണലി വീട്ടിലേക്ക് കൊടുക്കാനുള്ള മാത്രം ഓടിയിട്ട് വരാറാണ് പതിവ്. അപ്പോൾ എനിക്ക് ഈ പ്രായമുണ്ട് എനിക്കത് ചെയ്താൽ മതി, എനിക്കത് ചെയ്യാം. അപ്പോൾ ഇപ്പം എനിക്ക് നാളെ ഇപ്പോൾ ഓടണ്ട, ഞാൻ ഇപ്പം ഇന്ന് ഓടുന്നില്ല. ഈ സിനിമയ്ക്ക് പോകുന്നതുകൊണ്ട് ഞാൻ ഇന്ന് ഓടുന്നില്ല. പക്ഷേ ഈ പ്രായമായിട്ട് എനിക്കിപ്പം ലീവ് എടുത്ത് നിൽക്കാം. അതേസമയം ഒരു 30-35 വയസ്സ് അല്ലെങ്കിൽ ഒരു ഫാമിലി ആയെന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു ദിവസം ഓടിയില്ലെങ്കിൽ ടാസ്ക്കാണ്, സിങ്ക് ആവില്ല. അല്ലെങ്കിൽ പൈസ അവിടെ ഡിപ്പാവും, ഒരു 1000 രൂപ അവിടെ ഡിപ്പാവുകയാണ്. ഓക്കെ, അത് വളരെ എഫക്റ്റ് ആവും. സാധനം വാങ്ങാൻ പറ്റില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത്, ഓക്കെ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് എന്താണ് ഒരു ഫുൾ ടൈം ഡെലിവറി ബോയുടെ ജോലിയെന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത്. ഫുൾ ടൈം എന്ന് തന്നെ പറയാം. ഞാൻ രാവിലെയും ഈ വൈകിട്ട് മാത്രമേ ഓടുകയുള്ളെങ്കിൽ പോലും, പക്ഷേ ഫുൾ ടൈം എനിക്ക് വേറെ ജോലിയില്ല, ഞാൻ ഓടുന്ന ഇത് മാത്രമാണ്. അപ്പോൾ ഫുൾ ടൈം എന്നാണ് പറയാം. അല്ലെ ഫുൾ ഡേ ഓടണം നിർബന്ധമില്ല ഫുൾ ടൈം എന്ന് പറയണമെങ്കിൽ. ഒരു 6-7 മണിക്കൂർ ഞാൻ ഓടും, ഗ്യാപ്പ് ഇട്ടാണെങ്കിലും. ഈ ഷിഫ്റ്റ് പോലെയാണെങ്കിലും 6-7-8-10 മണിക്കൂർ വരെ ഓടിയിട്ടുണ്ട്. ഇപ്പം പിന്നെ കുറച്ച് മുണ്ടിയായി, അതായത് കുറച്ച് മടി വന്ന്. കാര്യം മെയിൻ തിങ് ഈസ് നമ്മുടെ ഹെൽത്ത് വേഴ്സണാവും. അത് നമ്മളിപ്പോൾ അറിയില്ല. കാര്യം നമ്മൾ ഓർഡേഴ്സിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി നമ്മൾ അതിൻ്റെ പിറകെ നടക്കും. 30 ഓർഡർ ആകുമ്പോൾ ഇത്ര ഇൻസെൻറ്റീവ്, 20 ഓർഡർ ആകുമ്പോൾ ഇത്ര ഇൻസെൻറ്റീവ്, നമ്മൾ അതിൻ്റെ പിറകെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ കാര്യം, എനിക്ക് കൈ ഇവിടെ ഒരു പെയിൻ വന്നു തുടങ്ങി. ഇതിന് ശേഷം തന്നെയാണ്, ഉറപ്പാണ്. നമ്മൾ വണ്ടി ഓട്ടിക്കുകയല്ലേ, ത്രൂഔട്ട് വണ്ടി ഓട്ടിക്കുകയല്ലേ. നമ്മളൊരു ഓഫീസിൽ പോയി വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതും മേ ബി സെയിം ഹവേഴ്സ് തന്നെ ആയിരിക്കും. മേ ബി കൂടുതലായിരിക്കും, കുറവായിരിക്കും. അതിലും ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് കൂടുതൽ നേരം ഇരുന്നുള്ള വർക്ക് ആണെങ്കിൽ നടു സീൻ വരും, കാല് സീൻ വരും. കമ്പ്യൂട്ടർ ആണെങ്കിൽ കണ്ണ് സീൻ വരും. അതിലും ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ അതാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിലെ ഫാക്ടേഴ്സാണ് ഞാൻ പറയുന്നത്. ഇതിൽ വെച്ചാൽ ഈ കൈ ഇവിടെ സീൻ വന്നു, ഈ മുട്ടും കഴിഞ്ഞ വണ്ടി ഇങ്ങനെ ഓട്ടിക്കില്ലേ, ഈ മുട്ട് സീൻ വന്നു. അത് എന്നുമില്ല, ചില ദിവസം ഞാൻ എണീറ്റപ്പോൾ ഉറക്കം എണീറ്റപ്പോൾ രാവിലെയൊക്കെ ആകുമ്പം നമുക്ക് ബോഡി വീക്കായിരിക്കുമല്ലോ.
അപ്പോൾ ഇവിടെ മുട്ട് പെയിൻ വന്നു. ഇപ്പം ഇല്ല. പിന്നെ കാല് എൻ്റെ ലെഫ്റ്റ് കാലിൽ പണ്ടേ എനിക്കൊരു ലെഫ്റ്റ് മുട്ടിൽ എനിക്ക് പണ്ടേ എനിക്കൊരു പെയിൻ ഉള്ളതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് വേഴ്സൺ ആവും അത്. ഓക്കെ. പിന്നെ മെയിൻ ഓടിക്കുന്നത് ഇവിടെ ഈ ഒരു ഭാഗം നമ്മൾ ടോട്ടൽ കൊടുക്കുകയല്ലേ, ടോട്ടൽ കൊടുക്കണം പെട്ടെന്ന് ബ്രേക്ക് ഓടിക്കും, ടോട്ടൽ കൊടുക്കും പെട്ടെന്ന് ബ്രേക്ക് ഓടിക്കും. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ഭാഗം ഇതിപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ ഒത്തിരി വേദനയുണ്ട് അകത്ത്. ഇത് അതിത്തിരി പണിയാവും. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് വരാമെന്നല്ല വരും. ഭാഗ്യത്തിന് ഇപ്പം ഈ സ്പൈനിൽ പെയിനൊന്നും ഇല്ല. ഇടയ്ക്ക് ഉണ്ടായിരുന്നു, അത് വരയിലും കൂടെ പൊക്കോണ്ടിരുന്നപ്പോഴാണ്. അവിടെ ഫുൾ ടൈം ഇരിക്കുമായിരുന്നു, 6 മണി വരെ ഇരിക്കുമായിരുന്നു, രാവിലെ 10 തൊട്ട് 6 ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഓടിക്കൊണ്ടിരുന്നത് 6 to 12. അത് 6 to 12. പക്ഷെ ആ ഒരു 6 മണിക്കൂർ ഓടി എനിക്ക് 1000 രൂപ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഫുൾ ഡേ ഓടിയിൽ 1000 രൂപ കിട്ടാൻ പാടാണ്. അതാണ് ഭയങ്കര ഡിഫറൻസ്. ഞാൻ വരയിൽ നിന്ന് ഇറങ്ങി കുറച്ച് കാലം ഇറ്റ് വാസ് ഫൺ ആൻഡ് ഈസി. ഓക്കെ. പിന്നെ ഇപ്പോൾ ആൾ കൂടി, പിന്നെ ഒരു പൈസ കുറച്ച്, അങ്ങനെ ടാസ്ക് ആയി കിടന്നു. റെക്കോർഡിങ് കാണാൻ നോട്ടെ ഒരു സെക്കൻഡ്. റെക്കോർഡിങ്. പക്ഷെ എന്തൊക്കെ കാണാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ നോക്കിയില്ലേ എന്തൊക്കെ കാണാൻ പറ്റും. എന്നെ ഇറ്റ്സ് ഫൈൻ. എൻ്റെ ഫേസ് കാണാം, പക്ഷേ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ബോറായിരിക്കും, കസേരയൊക്കെ ബോറായിരിക്കും. കാരണം ഇത് ഉപയോഗിക്കാത്ത കസേരയാണ്, ചൊറിയ പിടിച്ചൊരു കസേരയാണ്. അതാണ് ഇങ്ങനെ. അപ്പോൾ അതൊരു ഫാക്ടർ. അപ്പോൾ ഒരു ജോലി നോക്കണമെന്നുമുണ്ട്, വേണ്ട എന്നുമുണ്ട്. അതാണ് അടുത്ത കൺഫ്യൂഷൻ. ഞാൻ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞാൻ ലോക്കാണ് പരിപാടി. ഞാൻ കട്ടായി പോവും. 25 വയസ്സായി ഈ മാസം, 25 വയസ്സായി ഈ വർഷം, ഈ മാസം 25 വയസ്സായി. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വർക്ക് എനിക്ക് കിട്ടുന്നത്, അതായത് ഫോട്ടോഷൂട്ടാണെങ്കിലും മോഡലിംഗ് വർക്കൊന്നുമില്ല. ഓക്കെ. മോഡലിംഗ് വർക്ക് എന്ന് പറയാൻ ഇല്ല. ഓക്കെ. ആങ്കറിങ് വർക്കൊന്നുമില്ല. ഫോട്ടോഷൂട്ട് 2 വർക്കിടയ്ക്ക് വന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ വന്ന് കൊന്നുകൂടി മറിയൊന്നുമില്ല. ഒന്നെങ്കിൽ അതൊരുപാട് വർക്ക് എനിക്ക് ഇങ്ങനെ വന്നുകൊണ്ട് ഡെയിലി അല്ലെങ്കിൽ ഒരു വീക്കിലി ഒരു 3 to 4 വർക്ക് കിട്ടുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലാതെ പോവാം. ഓടാൻ പോകണ്ട. ഓക്കെ. പ്ലസ് ഓടാനും കൂടെ പോവുകയാണെങ്കിൽ എക്സ്ട്രാ ഇൻകം, അതായത് വീട്ടിലത്തേക്ക് ഉള്ളതാവും, മറ്റേ പൈസ എനിക്ക് സേവിങ്സ് ആയിട്ട് എടുക്കാം. കാര്യം ഇതിൻ്റെ ഞാൻ പറഞ്ഞുതരാം. ഒരു നോർമൽ ഒരു ജോലി ചെയ്യണമെന്ന് വെച്ചോ, ഒരു ഓഫീസ് വർക്ക് എന്ന് ചോദിക്കട്ടെ, അതൊരു 9 to 5 ഒരു 8 മണിക്കൂർ ആണെന്നിരിക്കട്ടെ. അവിടെ നമ്മൾ 8 മണിക്കൂർ നമ്മൾ ഇരുന്ന് ജോലി ചെയ്താൽ മതി. നമ്മൾ ഇരുന്ന് ജോലി ചെയ്യണം. ഓക്കെ. കമ്പ്യൂട്ടറിൽ നോക്കി അങ്ങനത്തെ ഒരു വർക്കാണെന്നിരിക്കട്ടെ, കമ്പ്യൂട്ടറിൽ നിന്ന് ജോലി ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ, ഇൻസ്റ്റാമാർട്ട് നോക്കുമ്പോൾ മേ ബി നമുക്ക് സെയിം അവേഴ്സ് തന്നെ ആയിരിക്കും, വിത്ത് ഫ്രീഡം. ഓക്കെ. അതായത് വീട്ടിൽ നിന്ന് വന്ന് കഴിക്കാം, എപ്പോൾ വേണം പോകാം. ഈ ഒരു ഷിഫ്റ്റ് രാവിലത്തെ മോർണിംഗ് ഒരു ഷിഫ്റ്റ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ചെയ്ത് തന്നെ പിന്നെ നമുക്ക് എപ്പോൾ വേണം പോവാം. ഈ നമ്പേഴ്സ്, ഈ ഓർഡേഴ്സിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി, മോർണിംഗ് ഇൻസെൻറ്റീവ് നമുക്ക് കിട്ടും എണ്ണത്തിൻ്റെ. ഓക്കെ. ആ ഫ്രീഡം ഉണ്ട്. അപ്പോൾ ഒരു ഫ്രീഡം ഉണ്ടെങ്കിൽ പോലും ഈ 8 മണിക്കൂർ വർക്കിംഗ് എന്ന് വെച്ചാൽ ഒരിടത്ത് ഇരുന്നുള്ള വർക്കല്ല, വണ്ടി ഓട്ടിക്കുകയും. ഓക്കെ. ഓട്ടി 8 മണിക്കൂർ വണ്ടി ഓട്ടിക്കുക എന്ന് പറയുന്നത് ചില്ലറ പരിപാടിയല്ല, ഇത്തിരി വിഷയമാണത്. കാര്യം വണ്ടി ഓട്ടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇത്തിരി വിഷയമാണ്. നമ്മളത് ഇപ്പം എൻ്റെ ഹെൽത്ത്, എൻ്റെ ഈ ഏജ് ഇതായതുകൊണ്ട് ഞാൻ അറിയുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞു, കയ്യാലും ഇവിടെയൊക്കെ പെയിൻ വന്നു, മുട്ട് പെയിൻ വന്നു. ഭാഗ്യത്തിന് സ്പൈൻ വേദനയില്ല. സ്പൈൻ വേദന എനിക്ക് വേറെ ചെയ്യാൻ പറ്റില്ല. കാര്യം സ്പൈൻ വിത്ത് വിഷയമാണ്, ഇതുപോലെയൊന്നും അല്ല. ഇതും വിഷയമല്ലെന്നല്ല, ഇതും പ്രോബ്ലമാണ്. പക്ഷെ മെയിൻ സ്പൈൻ ആണല്ലോ. ഇപ്പോൾ ഇരിക്കാനും നടുവ് എന്നൊക്കെ പറഞ്ഞാൽ ടാസ്ക്കാണ്. കാരണം ആ വേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഒരു പരിധി വരെ. അപ്പോൾ അതുകൊണ്ട് ഹെൽത്ത് 8 മണിക്കൂർ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അല്ലാതെ ഒരിടത്ത് ഇരിക്കുകയോ ഒരിടത്ത് നിൽക്കുകയോ അല്ല. അപ്പം അതൊരു മെയിൻ ഇഷ്യൂ ആണ്. ഞാൻ അങ്ങോട്ട് എനിക്കിത്തിരി ഇതുണ്ട്, ഏതെന്ന് പറയാം, ഐ കോണ്ടാക്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കും ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോൾ ഇതിലിപ്പോൾ ഒരുപാട് കിട്ടിക്കാണും, ഞാൻ എപ്പോഴും അവിടെ തന്നെ നോക്കാം. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, എന്തേലും ഇപ്പോൾ പെട്ടെന്ന് മൈൻഡിൽ പുറത്ത് പോകും, ദുബായ് പോകും,
ഇതൊക്കെ ടാസ്ക്കാണ്. ഇപ്പോഴത്തെ മൈൻഡ് സർവൈവൽ മോഡൽ മൈൻഡ് പറയുന്നതാണ്. ഓക്കെ, എവിടെയെങ്കിലും പുറത്ത് പോകും, ടാസ്ക്കാണ്. അതായത് ഞാൻ നെഗടിക്കുന്നതല്ല, ടാസ്ക്കാണ്. അതായത് എങ്ങനെയും മൈൻഡ് ഇപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാലും ഇത്തിരി പൈസ ഉണ്ടാകും ഈ ഒരു ജോലി ഇറങ്ങാൻ, മനസ്സിലായോ? ഇൻസ്റ്റാമാർട്ടിൽ നിന്നുള്ള ഒരു ഫ്രീ ആവാൻ വേണ്ടി മൈൻഡ് ഇപ്പോൾ എന്തെങ്കിലും ഓക്കെ വാട്ട് എവർ ഡു സംതിങ്, ഓക്കെ ഇവിടെ പറ്റില്ലെങ്കിൽ പുറത്ത് പോകും, അങ്ങനത്തെ മൈൻഡ് നിൽക്കുകയും നമ്മളത് നോക്കിയും കണ്ട് നമ്മൾ തീരുമാനം എടുക്കുകയുള്ളൂ. മൈൻഡ് പലതും പറയും. മൈൻഡ് പറയണ എല്ലാം സത്യം ആവാൻ നിർബന്ധമില്ല. മൈൻഡ് പറയണ ചോയ്സ് എല്ലാം ഒറിജിനൽ അല്ലെങ്കിൽ റൈറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, നമുക്ക് കുറച്ച് ക്രോസ് ചെക്ക് ചെയ്ത് നമുക്ക് കുറച്ച് റിയാലിറ്റീസ് അറിയാം. ഇവിടെ നമ്മൾ ആലോചിക്കുന്ന, നമ്മൾ മൈൻഡ് ആലോചിക്കുന്ന റിയാലിറ്റി അല്ല അവിടെ പോകുമ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് റിയാലിറ്റീസ് അറിയാം. അതുകൊണ്ട് മൈൻഡ് പറയുന്നത് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. അത് സിങ്ക് ആവുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇരുത്തി ആലോചിച്ച് ഡിസ്കസ് ചെയ്തെടുക്കാം. പിന്നെ ഫണ്ട് പുറത്ത് പോകണമെങ്കിൽ നല്ല ഫണ്ട് വേണം. അതാണ് മെയിൻ സംഭവം. തീരുമാനം അല്ല, അത് സെക്കൻഡ് ഫാക്ടറാണ്. തീരുമാനം ഉണ്ടെങ്കിൽ എനിക്ക് ആ ഫണ്ടിലോട്ട് എനിക്ക് എത്താം. ഓക്കെ, അത് രണ്ടാമത്തെ ഫാക്ടറാണ്. ഫണ്ടിലോട്ട് എത്തണം. ഓക്കെ, പക്ഷേ ആ തീരുമാനം ഡേഞ്ചറാണ്. കാര്യം ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് പുറത്ത് ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാമാർട്ട് ഓടിക്കൊണ്ടുവന്നൊരു പയ്യനും കൂടെ ഇപ്പോൾ ഇന്നലെ പോയുള്ളൂ, മെനയാന്ന് പോയുള്ളൂ ദുബായിലോട്ട്. അപ്പോൾ അതിന് മൈൻഡ് ഇങ്ങനെ എല്ലാവരും പോകുന്നു, എല്ലാവരും പോയി സെറ്റാവുകയാണ്, എല്ലാവരും അവിടെ പോയി ഇങ്ങനെ, മനസ്സിലായി? അപ്പോൾ അതിങ്ങനെ അങ്ങനെ അത് പുഷ് ചെയ്ത് മൈൻഡ്. അപ്പം മൈൻഡ് പറഞ്ഞു അപ്പോൾ നീയും പോ നിനക്കൊരു, പക്ഷെ അവിടെ ഇതല്ല, അവിടെ പാടാണ്. അവിടെ ഒരു ഹോൾഡില്ലെങ്കിൽ പാടാണ്, ഇവിടുത്തെ കളി പാടാണ്. അവിടെ എല്ലാം കൂടെ വരും. ഇവിടുന്ന് സ്മൂത്ത് ഒരു പക്ക ജോലി കിട്ടി അവിടെ പോവുകയോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് പക്ക ജോലി കിട്ടുകയോ ചെയ്താൽ കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ ഇവിടുത്തെ നമുക്കൊരു ഡിഫിക്കൽട്ടി ഒറ്റയ്ക്കും കൂടെ ആണെങ്കിൽ നമ്മൾ ടാസ്ക് ലോക്കാണ് ഇത്തിരി. കാര്യം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു, സ്ഥലമില്ല, മിസ്സിങ് നമ്മളെ ഏരിയ, അങ്ങനെ പിന്നെ അവിടുത്തെ മുതലാളിയുടെ പ്രഷർ, അങ്ങനെ അറബിയില അപ്പടി ഇപ്പടി എന്നൊക്കെ പറഞ്ഞ് ചൂട്, അവിടെ നമുക്ക് ആരും ഇല്ല സംസാരിക്കാൻ, കമ്പനിയോ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ സോളിറ്റ്യൂഡിൻ്റെ അങ്ങ് അറ്റവും പ്ലസ് പാടുപെടൽ ക്രാക്കാണ് നമ്മൾ. ബട്ട് അതും ഒരു പാർട്ട് ഓഫ് ലൈഫാണ്. ഓക്കെ, ഇറ്റ്സ് എ ചോയ്സ്. അങ്ങനെ ചെയ്യുന്നവരാണ് ഉള്ളത് മിക്കവരും. എല്ലാവർക്കും അവിടെ പോകുമ്പോൾ സുഖകരമായിരിക്കില്ല. അതുകൊണ്ടാണ് മിക്കവരും അവിടെ പോയിട്ട് കഷ്ടപ്പെടുന്നത്. ഇല്ല, മിക്കവരും അങ്ങനെയാണ് ചെയ്യുന്നത്. പോയിട്ട് ഒറ്റയ്ക്കായിരിക്കും. ചിലർക്ക് ലക്കിലി അവിടെ അവരുടെ ഫാമിലി അവിടെ കാണും, ചില ഫാമിലീസ് അവിടെ കാണും. അങ്ങനെയുള്ളൊരു പക്ക ബ്ലെസ്സിങ് എന്ന് ഞാൻ പറയും. കാരണം അവർക്ക് തിരിച്ച് വീട്ടിൽ വരാം. മറ്റേത് റെൻ്റ് എടുക്കണം, അങ്ങനെ ഇപ്പോൾ പാടാണ്. റെൻറ്റിന് നല്ല പൈസയാണ്. പറഞ്ഞു വന്നത് മൈൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ടൈമാണ് ഇപ്പോൾ. നമ്മൾ തീരുമാനങ്ങളൊന്നും പെട്ടെന്ന് എടുക്കരുത്. ജസ്റ്റ് നോക്ക്, എന്തെങ്കിലും നിനക്ക് ആപ്റ്റായിട്ട് തോന്നി എന്തെങ്കിലും നോക്ക്, അല്ലെങ്കിൽ ഫ്രീലാൻസ് ചെയ്യാൻ നോക്ക്. എന്തെങ്കിലും ഒന്ന് ഈ പുട്ട് ഫോർവേഡ് ചെയ്താൽ പറ്റുള്ളൂ. കാര്യം ഈ ഇൻസ്റ്റാമാർട്ട് ഓടുന്നത് അധികകാലം നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ തന്നെയാണ് പറയുന്നത്. ചിലപ്പോൾ ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞു കാണും, ഇൻസ്റ്റാമാർട്ടാണ് ബെറ്റർ എന്ന് പറഞ്ഞു കാണും. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത് ഇറ്റ്സ് ഗുഡ് ഫ്രീഡം. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് ഫ്രീഡം ഉണ്ട്, പക്ക ഫ്രീഡം ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്താൽ മതി. ആദ്യത്തെ മോർണിംഗ് ഷിഫ്റ്റിൽ ആ ഒരു ഇൻസെൻറ്റീവ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഓടിയാൽ മതി. നമ്പർ ഓഫ് ഓർഡേഴ്സിൻ്റെ എണ്ണം കൂട്ടിയാൽ മാത്രം മതി. ബട്ട് ഞാൻ പറഞ്ഞത് ഈ 8 മണിക്കൂർ 9 മണിക്കൂർ 10 മണിക്കൂർ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ കോർപ്പറേറ്റ് വർക്ക് പോലെ സെയിമാണ്, ഹവേഴ്സ്ലി. പക്ഷേ ഈ 10 മണിക്കൂറിനുള്ള വണ്ടി ഓട്ടിക്കണം, അല്ലാതെ ഒരിടത്ത് ഇരിക്കുകയില്ല. അകത്തിരിക്കുന്ന പാക്കിങ് ചെയ്യുന്ന പിള്ളേർക്കാണെങ്കിൽ കുഴപ്പമില്ല, ഇത്ര പാടില്ല. അങ്ങനെയല്ല, അവർക്ക് അവരുടെ പാട് കാണും. വണ്ടി ഓടിക്കേണ്ട. ഞാൻ ഫസ്റ്റ് ഇൻസ്റ്റാമാർട്ട് കയറിയപ്പോൾ വിചാരിച്ച് ഇവർക്ക് എന്ത് വണ്ടി ഓടിക്കുക ഇറങ്ങിക്കൂടെ. കാര്യം അവരെക്കാളും നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. അവർക്ക് എന്തെങ്കിലും 15 രൂപയാണ് സാലറി ഉള്ളത്. നമുക്ക് ഇപ്പോൾ ഡെയിലി ഓടിയത് തന്നെ ഇത് എത്ര 30,000 കിട്ടും. അവിടെ ഒരുപാട് 30,000 നമുക്ക് ഒരിക്കലും കിട്ടൂല. അങ്ങനെയല്ല, എന്നെപ്പോലത്തെ ഒരു ഓർഡറാണെങ്കിൽ ഒരിക്കലും ചിന്തിക്കാനേ പാടില്ല. ഓക്കെ, കാരണം നമ്മൾ എന്നും ഓടുന്നില്ല, മോസ്റ്റ്ലി ഓടും, എന്നും ഓടുന്നില്ല. പിന്നെ നമ്മൾ ലീവ് എടുക്കും ഞായറാഴ്ച. അവർക്കൊക്കെ അല്ല, അവർക്ക് ലീവില്ല, അവർക്ക് മറ്റേ ലീവാണ്.
അല്ലാതെ ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് ലൈഫ് അല്ലെങ്കിൽ ഒരു ഏതൊരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയാലും നമുക്ക് ഞായറാഴ്ച ലീവായിരിക്കും. ഞായറാഴ്ച ലീവും കൂടെ ചേർത്തിട്ടായിരിക്കും ഇവർ നമുക്ക് ഈ പേയ്മെൻറ്റ് പറയുന്നത്. അതായത് ഞായറാഴ്ച ലീവ് എടുത്തതിനാൽ പേയ്മെൻറ്റ് കട്ടാകുന്നില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു ദിവസം നമ്മൾ ലീവ് എടുത്താൽ നമുക്ക് അന്നത്തെ പേയ്മെൻറ്റ് ഇല്ല. അത് 30 days കണ്ടിന്യൂസ് ഓടിയാൽ പേയ്മെൻറ്റ് കിട്ടും. AC ഓൺ ചെയ്യും മതി. ഇപ്പോൾ തന്നെ തൊണ്ടയൊക്കെ പോകണം. അപ്പോൾ ശരി, ഇത്ര വൈൻഡിങ് അപ്പ് ചെയ്യണം, വൈൻഡ് ചെയ്യണം. 8:30 തോന്നുന്നു സിനിമയ്ക്ക് പോകണം. അപ്പോൾ വല കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. 12 മിനിറ്റാണ്, 15 മിനിറ്റാണ്. അപ്പോൾ പോവുകയാണ്. ഇത്രയുള്ള സംഭവം. അപ്പോൾ ഇന്ന് ഡേറ്റ് ഒന്നുകൂടെ പറയണം. ഞാൻ ഡേറ്റ് വന്നിട്ട് 31 ജൂലൈ 2026. ഓക്കെ.